സബ് ഇൻസ്പെക്ടർ പോലീസിൻ്റെ മെയിൻസ് എക്സാമിനേഷൻ ഇന്ന് 26-ാം തീയതി സെപ്റ്റംബർ 26-ാം തീയതി അവസാനിച്ചിരിക്കുകയാണ്. എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഇന്നത്തെ എക്സാം വാസ് ഡിഫിക്കൽട്ട്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു. നല്ല രീതിയിലുള്ള നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. എല്ലാം വളരെ കൺഫ്യൂസിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. എല്ലാം വളരെ ലെങ്തി ആയിരുന്നു. ഓക്കെ, സോ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇന്നത്തെ എക്സാമിന് ഒരു എത്ര മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഒരാൾ സേഫ് ആയിരിക്കും, എത്ര മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് ഉദ്യോഗാർത്ഥിക്ക് ഫിസിക്കൽ ടെസ്റ്റ് നോക്കി തുടങ്ങാം. അതേപോലെ തന്നെ ഈ ഒരു അത്യാവശ്യം നല്ല രീതിയിൽ പഠിച്ചൊരു ഉദ്യോഗാർത്ഥിക്ക് എത്ര മാർക്ക് വരെ സ്കോർ ചെയ്യാൻ പറ്റും, ഓക്കെ, അതൊക്കെ സൂചിപ്പിക്കുന്ന ഒരു വീഡിയോ ആണ്. ഈ വീഡിയോ കട്ട് ഓഫ് പ്രഡിക്ഷൻ അല്ല. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഇതൊരു കട്ട് ഓഫ് പ്രഡിക്ഷൻ അല്ല. കട്ട് ഓഫ് ഒന്നും ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കില്ല. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ ഈ പ്രൊവിഷണൽ ആൻസർ കീയും അല്ലെങ്കിൽ ബാക്കിയുള്ള പല ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആൻസർ കീ ഒക്കെ നോക്കി നിങ്ങളുടെ മാർക്ക് ഒരിക്കലും കണക്ക് കൂട്ടാൻ പാടില്ല. ഓക്കെ, കാര്യം ഒരു 10 മുതൽ 15 ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിലീഷൻ നമുക്ക് പ്രതീക്ഷിക്കാം. സോ നമ്മളൊരു 61 മാർക്ക് കണക്ക് കൂട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ മാർക്ക് നല്ലതുപോലെ കുറയാം, 45-46 എത്താം. ചിലപ്പോൾ നമ്മുടെ മാർക്കിന് വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. വിച്ച് മീൻസ് അതായത് ഡിലീഷൻ കൂടുന്നതിനനുസരിച്ച് അവിടെ നമുക്ക് ലെക്കും ഒരു ഫാക്ടറായിട്ട് മാറും. ഓക്കെ, ഞാൻ വിചാരിക്കുന്നത്, ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു 15-16 ക്വസ്റ്റ്യൻസ് വരെ ഡിലീഷൻ പോകാനുള്ള എല്ലാ പോസിബിലിറ്റിയും ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ട്. ഓക്കെ, സോ പ്രൊവിഷണൽ ആൻസർ കീ, PSCയുടെ പ്രൊവിഷണൽ ആൻസർ കീ നിങ്ങൾ ക്വസ്റ്റ്യൻ ചലഞ്ച് ചെയ്യാൻ മാത്രം ഉപയോഗിക്കുക. അല്ലാതെ നിങ്ങൾ അത് വെച്ചിട്ട് മാർക്ക് നോക്കിക്കഴിഞ്ഞാൽ എന്താ പറയുക, ഒരുപാട് 10-12 മാർക്കിൻ്റെ ഒക്കെ വ്യത്യാസം ഉണ്ടാവാം ഫൈനൽ ആൻസർക്ക് വെച്ച് നോക്കുമ്പോൾ. കഴിഞ്ഞ തവണ ഈ ഒരു കാര്യം തന്നെ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, കഴിഞ്ഞ തവണ വെച്ച് നോക്കുന്ന സമയത്ത് ഈ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പർ കുറച്ചുകൂടി കടുപ്പമാണ്. അപ്പോൾ കഴിഞ്ഞ തവണ ഒരു 11 ഡിലീഷൻസ് ഒക്കെ ആയിരുന്നു പോയിട്ടുണ്ടായത്. ഈ പ്രാവശ്യം ഒരു 15-16-17 ഒക്കെ പ്രതീക്ഷിക്കാം. ഓക്കെ, നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് ഇറ്റ് വാസ് മോഡറേറ്റ് ടു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. ഓക്കെ, എല്ലാം വളരെ ലെങ്തി ആയിരുന്നു, എല്ലാം വളരെ എന്താ പറയുക കൺഫ്യൂസിങ് ആയിരുന്നു. ഉദ്യോഗാർത്ഥികൾക്ക് കൺഫ്യൂസിങ് ആയിപ്പോയി എല്ലാ ക്വസ്റ്റ്യനും. സോ നമുക്ക് ഓരോരോ ടോപ്പിക്കിലേക്ക് പോവാം. ഓക്കെ, ഫസ്റ്റ് നമുക്ക് മലയാളം എടുക്കാം. മലയാളം നമ്മൾ നോക്കുകയാണെങ്കിൽ കൂടി ക്വസ്റ്റ്യൻ വാസ് ഭയങ്കര ഡിഫിക്കൽട്ട് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഇറ്റ് വാസ് സാധാരണ PSC ചോദിക്കുന്ന മാതൃകയിൽ തന്നെ PYQ ബേസ്ഡ് ആയിട്ട് തന്നെയാണ് മലയാളം ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, മലയാളം അത്യാവശ്യം പഠിച്ചൊരു ഉദ്യോഗാർത്ഥിക്ക് ഒരു മിനിമം ഒരു 6 മാർക്ക് 5 മാർക്കൊക്കെ എന്തായാലും സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് മലയാളം ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നത്. ഓക്കെ, 5 മാർക്ക് 6 മാർക്ക് എന്നല്ല, മലയാളത്തിൽ 10-ൽ 10 സ്കോർ ചെയ്ത ഉദ്യോഗാർത്ഥികളുണ്ട്. പക്ഷേ അത്യാവശ്യം ഒരു 5-6 മാർക്കൊക്കെ ഒരു PYQ മാത്രം നോക്കിയവർക്ക് കിട്ടും മലയാളത്തിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ. ഇനി നമ്മൾ ഇംഗ്ലീഷിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഇംഗ്ലീഷ് എക്സാമിനർ ഇംഗ്ലീഷ് കടുപ്പാക്കാനാണ് ഉദ്ദേശിച്ചതെങ്കിലും നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഒരു തൃപ്തിയില്ല, ഒരു നീറ്റില്ലാത്ത പോലെയാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് തോന്നിയിട്ടുള്ളത്. ഭയങ്കര കൺഫ്യൂസിങ് ആണ്. നമ്മൾ B എന്ന് വിചാരിച്ചിട്ടുണ്ടാവുക, അത് Cയും Dയോ ആയിരിക്കും കുത്തിയിട്ടുണ്ടാവുക, മാർക്ക് ചെയ്തിട്ടുണ്ടാവുക. നമ്മളിപ്പം വീട്ടിൽ വന്നിട്ട് നോക്കുമ്പോഴായിരിക്കും നമുക്ക് മനസ്സിലാവാമോ നമ്മൾ മാർക്ക് ചെയ്ത ക്വസ്റ്റ്യൻസ് തമ്മിൽ വ്യത്യാസം ഉണ്ടെന്നുള്ളത്. സോ ഇംഗ്ലീഷിൽ ഐ തിങ്ക് ഇറ്റ് വാസ് സംതിങ് ഒരു കൺഫ്യൂഷൻ ആയിരുന്നു. ഓപ്ഷൻസ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷിനൊരു 4 മാർക്ക് നല്ല രീതിയിൽ പഠിച്ചൊരു ഉദ്യോഗാർത്ഥിക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, പറ്റുമെന്നല്ല, പറ്റിയിട്ടുണ്ടാവും. ഒരു 5 മാർക്കൊക്കെ എന്തായാലും പറ്റിയിട്ടുണ്ടാവും. അതായത് വേണ്ടത് മാത്രം, അതായത് ഈ എക്സാമിന് റാങ്ക് ലിസ്റ്റിൽ വരാൻ പോകുന്നത് വേണ്ടത് മാത്രം, അറിയുന്നത് മാത്രം മാർക്ക് ചെയ്ത് നെഗറ്റീവ് പരമാവധി കുറച്ചവരായിരിക്കും ഇന്നത്തെ എക്സാം ക്ലിയർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ മാത്സിൻ്റെ കാര്യം എടുക്കാനാണെങ്കിൽ മാത്സ് ഓക്കെ ആയിരുന്നു. ഒരു 5 മാർക്കൊക്കെ മാത്സിൽ കിട്ടുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, നമുക്ക് സെലക്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ചില ക്വസ്റ്റ്യൻസ് ഡിഫിക്കൽട്ടായിരുന്നു. ഓക്കെ, അതേപോലെ തന്നെ ടൈം ആൻഡ് ഡിസ്റ്റൻസ് ഉണ്ട്. അതേപോലെ തന്നെ 5 ക്വസ്റ്റ്യൻസൊക്കെ ഈസി ആയിട്ട് എളുപ്പത്തിൽ കിട്ടാവുന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഇനി സൈക്കോളജിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇറ്റ് വാസ് വെരി ഡിഫിക്കൽട്ട്. ഓക്കെ, നല്ല രീതിയിൽ കലക്കി കുടിച്ച് പഠിച്ച് പോയി കഴിഞ്ഞാലും സൈക്കോളജിയിൽ ഒരു 4 മാർക്കോ 5 മാർക്കിൻ്റെ അപ്പുറം കിട്ടാനുള്ള സാധ്യത ഭയങ്കര കുറവാണ്. ബേസിസ് ഓഫ് സൈക്കോളജി എന്നാണ് നമ്മുടെ സിലബസിലുള്ളതെങ്കിലും അതിൻ്റെ ഡെപ്ത്നെസ് നല്ല രീതിയിൽ കൂടിയിട്ടുണ്ട്. കഴിഞ്ഞ തവണ വെച്ച് നോക്കുമ്പോൾ ഈ പ്രാവശ്യം ഭയങ്കര ടഫാണ്, ഭയങ്കര ഡിഫിക്കൽട്ടാണ്. ഓക്കെ, പിന്നെ ഒരു 4 മാർക്കോ അല്ലെങ്കിൽ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് സൈക്കോളജിയിൽ ഒരു 4 മാർക്കൊക്കെ ഒരു നല്ല രീതിയിൽ പഠിച്ചൊരു ഉദ്യോഗാർത്ഥികൊക്കെ. പിന്നെ നമ്മൾ എലിമിനേഷൻ ടെക്നിക്കൊക്കെ യൂസ് ചെയ്ത് നമ്മളെ ഭാഗ്യം പോലെ ഇരിക്കും ബാക്കി നമുക്ക് കിട്ടണമെങ്കിൽ. ഓക്കെ, പിന്നീട് നമുക്ക് GK കാര്യം പറയുകയാണെങ്കിൽ GK വാസ് വെരി ഡിഫിക്കൽട്ട്. നമുക്കറിയാം ഇന്ത്യൻ പൊളിറ്റിയും കൂടി കൂട്ടിയാൽ ഏകദേശം 32 ക്വസ്റ്റ്യനോളം GK പോർഷനാണ്. പൊളിറ്റിയും കൂടി കൂട്ടിയിട്ടാണ് സ്പെഷ്യൽ ടോപ്പിക്കിൽ 7 മാർക്ക് കൂടി കൂട്ടിയിട്ട്. സോ ഈ 32 മാർക്കിൽ GK ക്വസ്റ്റ്യൻസൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ വളരെ കുറച്ച് റിപ്പീറ്റ് ചെയ്തിട്ടുള്ളൂ. ഓക്കെ,
അതും പല സ്റ്റേറ്റ്മെൻറ്റിലും പല രീതിയിലും എല്ലാം കൺഫ്യൂഷനായിരുന്നു. എനിക്ക് തോന്നുന്നു ഇവിടെ അത്യാവശ്യം നല്ല രീതിയിൽ പഠിച്ചൊരു ഉദ്യോഗാർത്ഥിക്ക് ഏകദേശം ഒരു 14 മാർക്ക് 13 മാർക്കൊക്കെ സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, ജി കെയിൽ നിന്ന് മാത്രം, ഇൻക്ലൂഡിങ് ഭരണഘടന, കോൺസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, പിന്നീട് നമ്മൾ ബാക്കിയുള്ള സ്പെഷ്യൽ ടോപ്പിക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ IT, സൈബർ ക്രൈം, ബേസിക്സ്, അങ്ങനെ എല്ലാം നോക്കിക്കഴിഞ്ഞാൽ അതിലും ഒരു 14 മാർക്കൊക്കെ കിട്ടാം ബാക്കി 28 മാർക്കിൽ. റൈറ്റ്. അപ്പോൾ എല്ലാം കൂടി കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ 6 മാർക്ക് മലയാളം, 4 മാർക്ക് ഇംഗ്ലീഷ്, 5 മാർക്ക് മാത്സ്, പിന്നീട് സൈക്കോളജിയിൽ ഒരു 5 മാർക്ക്, പിന്നെ നമ്മുടെ GK ഒരു 14, ബാക്കിയുള്ള സ്പെഷ്യൽ ടോപ്പിക് റിലേറ്റഡ് ആയിട്ടുള്ളത് ഒരു 15 മാർക്കൊക്കെ കിട്ടാം. ഓക്കെ, സോ 10, 20. ഓക്കെ, സോ ഒരു 49 മാർക്കൊക്കെ ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു ഉദ്യോഗാർത്ഥിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അത് ഭയങ്കര മികച്ച സ്കോറാണ്. ഓക്കെ, നല്ല രീതിയിൽ പഠിച്ചൊരു ഉദ്യോഗാർത്ഥിക്ക് മാത്രമേ 49 മാർക്കും അല്ലെങ്കിൽ 50ൻ്റെ അടുത്തൊക്കെ കിട്ടുള്ളൂ. ഓക്കെ, ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്ന ആഫ്റ്റർ ഫൈനലൈസ്ഡ് ആൻസർ കീ ബേസ് ചെയ്തിട്ട് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു സേഫ് സ്കോർ എന്ന് പറയുന്നത് 39നും 46നും ഇടയിലായിരിക്കും. ഓക്കെ, കട്ട് ഓഫിൻ്റെ ഒരു പോസിബിലിറ്റി ഈ 39നും 46നും ഇടയിലായിരിക്കും. നിങ്ങൾക്കറിയാം, നമുക്കറിയാം അല്ലേ, ഓൾറെഡി ലിസ്റ്റൊക്കെ ചുരുക്കുകയാണ്. ഓക്കെ, SIയുടെ ലിസ്റ്റൊക്കെ നല്ല രീതിയിൽ ചുരുങ്ങുകയാണെങ്കിൽ 45, 46ൻ്റെ ഇടയിൽ എവിടെയൊക്കെ എത്താം. ഇനി അത്യാവശ്യം കഴിഞ്ഞ തവണത്തെ പോലെ കുറച്ച് പേരെ കൂടി എടുക്കുകയാണെങ്കിൽ ഒരു 39, 40 മാർക്ക്. അതായത് ഞാൻ ഇവിടെ തറപ്പിച്ച് പറയണം, 40 മാർക്ക് എന്ന് പറയുന്നത് ആഫ്റ്റർ ഫൈനലൈസ്ഡ് ആൻസർ കീ ആയിരിക്കണം. ഓക്കെ, നിങ്ങൾ പ്രൊവിഷണൽ ആൻസർ കീ വെച്ചിട്ടോ ബാക്കിയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആൻസർ കീ വെച്ചിട്ടോ നിങ്ങൾക്ക് 40, 45 കിട്ടിക്കഴിഞ്ഞാൽ അങ്ങനെയല്ല. ആഫ്റ്റർ ഫൈനലൈസ്ഡ് ആൻസർ കീ PSCയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിലീഷനും ഇതും ഒക്കെ കഴിഞ്ഞ് നിങ്ങൾക്ക് 40 മാർക്കിന് മുകളിൽ കിട്ടുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഫിസിക്കൽ ടെസ്റ്റിന് പ്രാക്ടീസ് ചെയ്യാം. നിങ്ങൾക്ക് 45 മാർക്കിന് മുകളിൽ കിട്ടുന്നുണ്ടെങ്കിൽ ആഫ്റ്റർ ഫൈനലൈസ്ഡ് ആൻസർ കീ, യൂസിങ് ദ വേർഡ് ഫൈനലൈസ്ഡ് ആൻസർ കീ, ഡെഫിനറ്റ്ലി നിങ്ങൾ ഫിസിക്കൽ ടെസ്റ്റ് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിക്കോളൂ. ഓക്കെ, 2-3 ദിവസത്തെ റെസ്റ്റ് എടുത്ത് നിങ്ങൾ ഫിസിക്കൽ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിക്കോളൂ. ഓക്കെ, ലെറ്റ് മീ ക്ലിയർലി സേസ് ദാറ്റ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ്. നല്ലതുപോലെ പഠിച്ചൊരു ഉദ്യോഗാർത്ഥിക്ക് മാത്രമേ 40ന് മുകളിൽ മാർക്ക് വാങ്ങാൻ പറ്റുള്ളൂ ആഫ്റ്റർ ഫൈനലൈസ്ഡ് ആൻസർ കീ. ഓക്കെ, വീണ്ടും ഞാൻ പറയാണ്, ഫൈനലൈസ്ഡ് ആൻസർ കീ. ഓക്കെ, റീസൺ എന്താണ്? ഡിലീഷൻ കൂടുന്നതിനനുസരിച്ച് ലക്ക് ഈസ് ഓൾസോ എ ഫാക്ടർ. ഓക്കെ, പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കായിരിക്കില്ല ഒരു പക്ഷേ നല്ല മാർക്ക് കിട്ടുന്നുണ്ടാവുക. അതാണ് ഡിലീഷൻ്റെ ഒരു വിരോധാഭാസം എന്ന് പറയുന്നത്. സോ നിങ്ങളുടെ കമൻറ്റ്, നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ മാർക്ക് എത്ര കിട്ടിയെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ആൻഡ് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നൊരു കട്ട് ഓഫും കാര്യങ്ങളൊക്കെ എത്രയായിരിക്കും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.